മദീനയിലെയും മക്കയിലെയും മാമലകൾ മാടി വിളിച്ചു കനകമായി കൈക്കുമ്പിളിലേക്ക് വരട്ടെന്ന്. വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم. പരിത്യാഗത്തിന്റെ പര്യായമായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ കനകപൂർണമായ കമാനങ്ങൾ ഒരുക്കുവാൻ മാമലകൾ മാടി വിളിച്ചപ്പോ കൈക്കുമ്പിളിലേക്ക് വരണ്ടാന്ന് പറഞ്ഞ് വിനീതമായ ജീവിതം നയിച്ച മാതൃക കാണിച്ച പാവപ്പെട്ടവർക്ക് മാതൃകയുടെ മഹനീയമായ മാർഗം തെളിയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ സിദ്ദീഖ്, എന്റെ കയ്യിലില്ല. അപ്പോൾ പറഞ്ഞു, വേണമെങ്കിൽ വായ്പയായി ഞാൻ തരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് 100 കാശ് വായ്പയായി വാങ്ങി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ നിയ്യത്ത് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ നീക്കുപോക്കുകളും ഇസ്ലാമിക ശരീഅത്തിന്റെ പുതിയ നിയമങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ്. അതുമാത്രം സ്വതന്ത്രമായി വായിക്കേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ച മാസം ശവ്വാൽ. പണ്ട് അറബ് ലോകത്ത് കോളറ ബാധിച്ചതുകൊണ്ട് കല്യാണത്തിന് ആ മാസം തിരഞ്ഞെടുക്കില്ലായിരുന്നു. അതുകൊണ്ട് തിരുത്തേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മകൻ ഇബ്രാഹിം എന്നവർ വഫാത്തായപ്പോൾ ഭ്രമണമുണ്ടായി. അവിടെ തിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം കൊണ്ട്. അതുപോലെ ഇവിടെ സമൂഹത്തെ തിരുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ തിരഞ്ഞെടുത്ത സമയം പകൽ സമയമാണ്. അപ്പോഴോ അവിടെ ഒരു അന്ധവിശ്വാസമുണ്ടായിരുന്നു. രാത്രി സമയം ദീപം തെളിച്ചു കൂടാരത്തിലിരിക്കണം പെണ്ണ്. ആ അവസ്ഥയിലെ പുതിയ പെണ്ണിന്റെ അടുക്കലേക്ക് പുതിയാപ്പിള വരാൻ പാടുള്ളൂ. അത് തിരുത്തേണ്ടതുണ്ട്. പ്രായോഗിക ജീവിതത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ തിരുത്തി. ആധുനിക ലോകത്ത് അനാചാരങ്ങളുടെയും ആർഭാടങ്ങളുടെയും നടുവിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ ഹോമിച്ചു കളയുന്ന പുതിയ സഹോദരങ്ങളോടുള്ള താക്കീതാണ്. ലളിതമായ ജീവിതത്തിലൂടെ മാനവികതയ്ക്ക് മാർഗദർശനം കാട്ടിയ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിൽ വിവാഹ ചടങ്ങുകളിൽ നടത്തിക്കൂട്ടുന്ന അനാചാരങ്ങൾ എത്ര വലുതാണ്. സഹോദരിമാർക്ക് ദീനിയായ മാനദണ്ഡങ്ങൾ പരിഗണന കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചു തന്ന നിയമങ്ങൾക്കല്ല നമ്മുടെ പ്രാധാന്യം. നാട്ടുനടപ്പുകൾക്ക്, ആചാരങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക്, ആർഭാടങ്ങൾക്ക്, ആഹ്ലാദങ്ങൾക്ക് അതിനുവേണ്ടി മാത്രം ഉരുണ്ടുകൂടുന്ന നമ്മൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക നേതാവിന്റെ മഹോന്നതമായ വൈവാഹിക മുഹൂർത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിതമായ ഒരു ജീവിതത്തെ കാണിച്ചു തരികയാണ്. ഇന്ന് വിവാഹത്തിന്റെ അന്ന് ളുഹർ നിസ്കാരം പാലിക്കുന്ന എത്ര സഹോദരിമാരുണ്ടാകും? ആലോചിക്കുക. അതുപോലെ തന്നെ ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇസ്ലാമിക ബോധമുള്ളവരാകണമെന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ എത്രയുണ്ട്? സാമ്പത്തികമായ മാനദണ്ഡങ്ങളെയും ഭൗതികമായ കാഴ്ചപ്പാടുകളെയും മാത്രം മുമ്പിൽ വെച്ച് ഇസ്ലാമികമായ വ്യക്തിത്വത്തെ പോലും പരിഗണിക്കാതെ വിവാഹ ചടങ്ങുകളെ തിരഞ്ഞെടുക്കുന്ന കുടുംബങ്ങൾ. അതിൽ നിന്ന് മാറണം. ഇസ്ലാമികമായ സംസ്കാരത്തിലേക്ക് വരണം. വിവാഹത്തിന്റെ തലേന്ന് അടിച്ചു പൊളിക്കുന്ന ലക്ഷങ്ങൾ അങ്ങ് വടക്കോട്ട് പോകുന്തോറും അത്തരം ആചാരങ്ങൾ കൂടുതലാണ്. അത്തരം ആചാരങ്ങൾ ഇന്ന് സമൂഹത്തെ മുഴുവനും ഗ്രസിക്കുന്നു എന്ന് മാത്രമല്ല, വിവാഹത്തിന്റെ തലേന്ന് കുപ്പി പൊട്ടിക്കുന്ന ചടങ്ങുകൾ വരെ പല മുസ്ലിം വീടുകളിലും കടന്നു വരുന്നതായി അറിയാൻ കഴിയുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രവും ലളിതവുമായി കാണിച്ചു തന്ന ഒരു ചടങ്ങിനെ ധിക്കാരത്തിന്റെയും ആർഭാടത്തിന്റെയും അവസരമായി കാണുമ്പോൾ വരിക ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ
അൻസാറുകൾ മുഴുവനും കുടുംബങ്ങളാണ്. അൻസാരി വനിതകൾ മുഴുവനും ഒരുക്കി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതപൂർണമായ ജീവിതം ആധുനിക യുവതയ്ക്കുള്ള വലിയ മാർഗദർശനമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോ അൻസ്വാരി വനിതകൾ മുഴുവൻ റെഡിയാണ് എന്തു ചെയ്യാൻ. അവിടെ ചരിത്രം വായിക്കുമ്പോൾ നല്ല രസം കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ നിന്ന് കളിക്കുന്നു. മാതാവ് ഉറക്ക വിളിച്ചു എന്ന് ഹദീസിൽ കാണുന്നു. ഉറക്ക വിളിച്ച്, മോളെ ആയിഷ, നീ ഇന്ന് കളിക്കേണ്ടവളല്ല, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചു ഒരുക്കി, എന്നിട്ട് നല്ല വസ്ത്രം ധരിപ്പിച്ചു കൊടുത്തു. കൂട്ടുകാരികളായ അൻസ്വാരി വനിതകൾ കൂട്ടിക്കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശവ്വാൽ മാസത്തിലാണ്, പകൽ ആണ് കൂട്ടിക്കൊണ്ടുപോയി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോൾ ബുദ്ധിമതിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പാഠശാലയാണ്, ആത്മീയതയുടെ നേതൃത്വം നൽകേണ്ട ഭവതിയുടെ സംസ്കരണ വീടാണ്, നുബൂവത്തിന്റെ വളരെ ഗഹനമായ രഹസ്യങ്ങളെ സൂക്ഷിക്കേണ്ട ഭവതിയാണ്. വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്കാണ് ആയിഷ റളിയല്ലാഹു അൻഹ കടക്കുന്നത്. ബഹുമാനപ്പെട്ട ഖലീഫമാര് 4 പേരും സംശയ നിവാരണത്തിന് വേണ്ടി വരുന്ന വിജ്ഞാനകോശമാണ്. ആധികാരികമായ വിജ്ഞാനത്തിന്റെ റിപ്പോർട്ട് നിർവഹിക്കേണ്ട മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ജീവിതത്തിന്റെ പുതിയ അധ്യായവുമായി കടന്നു വരുമ്പോൾ ഇമാം ബുഖാരിയും വ്യാഖ്യാനമായ ഖസ്തല്ലാനിയും എഴുതുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വരിച്ചപ്പോഴേക്ക് ആ നാട്ടിലുണ്ടായിരുന്ന ഒരുപാട് വിവാഹ അനാചാരങ്ങളെ ഇല്ലാതാക്കാൻ ആ ഒരൊറ്റ വിവാഹം കൊണ്ട് സാധ്യമായി. ഉമ്മമാരെ, നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊരാഭിമുഖ്യമുണ്ട്. ആ ഭവതിയോട് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ട്. അവരുടെ ലളിതമായ ജീവിതമാണ് നമ്മൾ പകർന്നെടുക്കേണ്ടത്. അവരുടെ മനോഹരമായ ജീവിത ശൈലികളാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ഏതായാലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആയിഷ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കുകയാണ്. കാരണം എന്താ? അന്നത്തെ പുരുഷന്മാർക്ക് പോലും അക്ഷരാഭ്യാസമില്ല. 17 പേരാണ് എഴുത്തും വായനയും അറിയുന്ന ആളുകൾ ആ സമൂഹത്തിൽ അന്നുണ്ടായിരുന്നതെന്ന് ചരിത്രം പറയുകയാണ്. അതിൽ ഒരൊറ്റ സഹോദരി മാത്രമേ അറിയുന്നവളുള്ളൂ. ഷിഫാ ബിൻത് അദവിയ എന്ന ഒരു പെണ്ണിന് മാത്രമേ എഴുത്തും വായനയും അറിയൂ. ബാക്കി 16 പുരുഷന്മാർക്കേ അറിയൂ. അത്രയും അക്ഷരജ്ഞാനമില്ലാത്ത സമൂഹത്തിലാണ് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ അബ്റാർ അഹ്ബബ്തു ഉമ്മിയൻ യകൂനു അലീമാ ഇൽമൻ യഫൂഖുൽ ഖരീന യതീമാ. ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതാരാണ്? അഹ്ബബ്തു ഉമ്മിയൻ യകൂനു അലീമാ. പരിജ്ഞാനത്തിന്റെ പരവതാനികളെ കൈയടക്കിയ വിജ്ഞാനത്തിന്റെ ഗോപുരത്തെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഇൽമൻ യഫൂഖുൽ ഖരീന യതീമാ. യതീമാണ് പരിജ്ഞാനികളുടെ മുഴുവൻ സാമ്രാജ്യങ്ങളെയും അതിജയിച്ച വിജ്ഞാനത്തിന്റെ കേസരിയാണ്. അതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാമ്പ്രദായികമായ വിദ്യാഭ്യാസം എവിടുന്നും നേടിയിട്ടില്ല. ഉമ്മിയത്തുർ റസൂൽ എന്ന പേരിൽ 2 മണിക്കൂർ സംസാരിച്ച CD നിങ്ങൾക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണ് എന്നതിനെ പ്രമേയമാക്കി ഏകദേശം 20ഓളം സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ
മുൻകാല പണ്ഡിതന്മാരും സമകാലിക പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. അതിനെയൊക്കെ അവലംബിച്ചുകൊണ്ട് സംസാരിച്ച പ്രഭാഷണം നിങ്ങൾക്ക് ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണെന്ന് പറഞ്ഞാൽ, സാമ്പ്രദായിക വിജ്ഞാനം നേടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറവല്ല, അവിടുത്തെ മദ്ഹാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഏതാണ് എന്ന് തിരിച്ചറിയാത്ത ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായി പോയതിനെ കുറ്റപ്പെടുത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ വഫാത്തായതിനെ കുറ്റപ്പെടുത്തിയത്, ഉമ്മ വഫാത്തായതിനെ കുറ്റപ്പെടുത്തിയത്. അവർക്ക് എവിടെയാണ് മേന്മ, എവിടെയാണ് മഹത്വം, എങ്ങനെയാണ് മഹത്വം എന്ന് അറിയാത്ത ആളുകളാണ്. അവരെക്കുറിച്ച് ഇവിടെ നമ്മൾ തൽക്കാലം പറയുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ വായന അറിയാം, എഴുത്തറിയുമോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില കത്തുകൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി എഴുതിയതായി കാണാം. അത് സ്വന്തമാണോ അല്ല മറ്റുള്ളവരെ കൊണ്ടാണോ എന്നതിൽ ചരിത്രകാരന്മാർക്ക് ഇബ്നു സഅദിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ താരീഖിന്റെ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നു. അതേസമയത്ത് സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് എഴുതാൻ അറിയാമായിരുന്നു. അത് പഠിപ്പിച്ചു കൊടുത്ത് സിഫ അൽ അദവിയ എന്നവരാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയതായി കാണാം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലേക്ക് കടന്ന മഹദി യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്വാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അഫ്ആലുഹു വ തഖ്രീറാത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളുടെയും പ്രവൃത്തികളുടെയും സമ്മതങ്ങളുടെയും സമീക്ഷയാണ് തിരുസുന്നത്ത്. അത് മുഴുവനും രഹസ്യവും പരസ്യവും അറിയാൻ നിയോഗം കിട്ടിയ മഹദി ഓരോ നിമിഷവും ഹബീബിൽ നിന്ന് പഠിക്കുകയാണ്. മാത്രമല്ല, ദൈക്ഷണികമായ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത് പകർത്തി പറഞ്ഞു കൊടുക്കേണ്ട ഒരാൾ ആവശ്യമാണ്. അതിനുള്ള നിയോഗമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കുള്ളത്. മാത്രമല്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ രണ്ട് പ്രബല വിജ്ഞാന ശാഖകളിൽ അഗ്രഗണ്യനായിരുന്നു, റഫറൻസ് ആയിരുന്നു. ഒന്ന് കവിതാശാസ്ത്രത്തിലും രണ്ട് പാരമ്പര്യ ശാസ്ത്രത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിപുണനായിരുന്നു. ഒരാളുടെ പേര് പറഞ്ഞ് ഗോത്രം പറഞ്ഞാൽ അതിന്റെ മുഴുവൻ വേരുകളും പറയാൻ സിദ്ദീഖ് തങ്ങൾക്കറിയാം. ഒരു കവിത പറഞ്ഞാൽ അതിന്റെ ഘടനയും അതിന്റെ താളങ്ങളും പറയാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനറിയാം. ആ ഒരു പാഠശാലയിൽ നിന്ന് കടന്നു വന്ന മഹദിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. മാത്രമല്ല, മക്കളെ അക്കാലത്ത് നന്നായി ശിക്ഷണം കൊടുത്ത് പഠിപ്പിച്ച രക്ഷിതാക്കളിൽ ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയോട് ചേർന്നു തന്നെയാണ് വീട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്ന ഖുർആൻ അപ്പടി തന്നെ കേൾക്കാൻ അവസരം ലഭിച്ച മഹദിയാണ്. ഹബീബിന്റെ കൂടെയുള്ള ജീവിതമാണ്. എത്രയോ ആയത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോൾ പാരായണം ചെയ്തത് കേട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ സംശയത്തിന്റെ ശരങ്ങളുമായി നേരിടുന്ന രംഗങ്ങളാണ്. 25ഓളം പ്രമുഖമായ സംശയങ്ങൾ ഉന്നയിച്ചതും അതിന്റെ മറുപടിയും ചരിത്രകാരന്മാരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2-3 മാത്രം ഞാൻ ഇവിടെ വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിജ്ഞാനത്തിന്റെയും സ്രോതസ്സാണ്. അതുകൊണ്ട് പാഠശാല വേണ്ട. വലം യുദാനൂഹു ഫീ ഇൽമിൻ വലഅക്റമീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിജ്ഞാനത്തിൽ അടുക്കാൻ വേറെ ആരുമില്ല. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൂ ഉർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ്ദിയമി വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹിമി മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശക്ലത്തിൽ ഹികമി. എല്ലാ പ്രവാചകന്മാരും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈജ്ഞാനിക സാമ്രാജ്യത്തിന്റെ കവാടത്തിൽ നിൽക്കുന്നവരാണ്. അവിടുന്ന് കിട്ടുന്ന ശകലങ്ങൾ വാങ്ങിയിട്ട് ലോകം മുഴുവനും ദീനീ പ്രചരണം നടത്തിയ മഹാന്മാരാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജ്ഞാനസാഗരത്തിലെ ശകലമേറ്റെടുത്തുകൊണ്ട് ദഅവത്ത് നടത്തിയ മഹാന്മാരാണ്. എന്നാൽ അതിന്റെ മുഴുവനും പൂർണ്ണ കേസരിയായ ലോകത്തിന്റെ നേതാവിന്റെ അരമന കൂട്ടുകാരിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ ഹുസിബ ഉദ്ദിബ, ആരെങ്കിലും വിചാരണ ചെയ്യപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുമെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ നബിയേ, ഖുർആനിലില്ലയോ ഹിസാബൻ യസീറാ, ലളിതമായ വിചാരണയെ കുറിച്ചുണ്ടല്ലോ. അപ്പോൾ കഠിനമായ ശിക്ഷയാണ് വിചാരണയോട് തുടർന്നുള്ളതെന്ന് പറഞ്ഞതിനോട് എങ്ങനെ യോജിക്കും നബിയേ? ആധുനിക ലോകത്തിലെ ഉമ്മമാര് സഹോദരിമാര് ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ ആയാൽ പിന്നെ മദ്രസയിൽ വിടൽ അവർ നിഷിദ്ധമാക്കി. മതവിജ്ഞാനത്തിന്റെ അവസരം അവര് തടഞ്ഞുവെച്ചു. അതേ സമയത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സമില്ല, വിദേശ രാജ്യങ്ങളിൽ പോയി നിൽക്കുന്നതിന് തടസ്സമില്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പോയി നിന്ന് പഠിക്കുന്നതിന് തകരാറില്ല. അങ്ങനെയെല്ലാം നമ്മുടെ പെൺമക്കളെ ദേശം വിട്ടും വേഷം വിട്ടുമൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. പക്ഷേ ആത്മീയമായ വിജ്ഞാനം പഠിപ്പിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. ഇമാമുകളുടെ മുഴുവനും പെൺമക്കളെ ഇൽമുള്ള വലിയ പണ്ഡിതകളായിരുന്നു. മാലിക് ഇമാമിന്റെ മകൾ ഹദീസ് അറിയുന്ന തികഞ്ഞ ആലിമയായിരുന്നു. മാലിക് ഇമാം തങ്ങൾ ദർസ് നടത്തുന്ന സമയത്ത് അവിടെ നിന്ന് ദർസ് നടത്തുന്നതിന്റെ പിന്നിലുള്ള മറയിൽ നിന്ന് ആരെങ്കിലും മുത്തഅല്ലിമീങ്ങൾ ഒരു സനദ് വായിക്കുമ്പോ തെറ്റിപ്പോയാൽ ഇപ്പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കും. അതാരുടെ ശബ്ദമാണ്? മകൾ തട്ടുന്ന ശബ്ദമായിരുന്നു. കാരണം വായിച്ചത് തെറ്റിപ്പോയി ഉപ്പാ. അപ്പോൾ പറയും ഒന്നുകൂടി വായിക്കൂ. അപ്പോൾ ഹദീസിന്റെ പരമ്പരകൾ കൃത്യമായി വായിക്കും. ആരാണ് മുത്തഅല്ലിമുകൾ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ. അത്രയും വലിയ ആളുകൾ ഓതിപ്പടിക്കുന്ന കാലത്ത് മറയുടെ പിന്നിൽ ഇരുന്നു കൊണ്ട് ഇൽമു തേടി മാലിക് ഇമാം തങ്ങളുടെ മകൾ. അതുപോലെ ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിതാബ് ഓതി പഠിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുപോലെ ഔറംഗസീബ് ആലംഗീറിന്റെ മകൾ ബീഗം സീനത്ത്, അവർ സീനത്തു തഫാസീർ എന്ന പേരിൽ ഒരു തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഔറംഗസീബ് പണ്ഡിതനായ ഭരണാധികാരിയായിരുന്നു. അപ്പൊ ഇതേപോലെ ആത്മീയമായ വിജ്ഞാനം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ നേടിയിരുന്നു. അവർ മാതാക്കളിൽ നിന്ന് പഠിച്ചു, അതുപോലെ ഭർത്താക്കന്മാരിൽ നിന്ന് പഠിച്ചു, പിതാക്കന്മാരിൽ നിന്ന് പഠിച്ചു. വീടുകൾ പാഠശാലകളായിരുന്നു. എന്നാൽ ഇന്നത്തെ സമൂഹം ആത്മീയ വിദ്യാഭ്യാസത്തെ അന്യവൽക്കരിക്കുകയും ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏതുവരെയും പോകാൻ അവർ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുന്ന് പറഞ്ഞല്ലോ വിചാരണ ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന്. ഖുർആനിലുണ്ടല്ലോ ലളിതമായ വിചാരണയുണ്ടെന്ന്. രണ്ടും എങ്ങനെയാണ് നബിയേ? അപ്പോഴാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലയോ ആയിഷ, ഓരോ കർമ്മങ്ങളെയും ഇഴകീറി പരിശോധിച്ചതിന്റെ ന്യൂനതകൾ പരിഹരിക്കാൻ നിന്നാൽ രക്ഷയില്ലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാതെ വേറെ അർത്ഥമല്ല. പിന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്നൊരായത്തിലുണ്ടല്ലോ നബിയേ. മറ്റൊരു നിവേദനത്തിൽ കാണാം, വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഭൂമി ചുരുട്ടപ്പെടുകയും അല്ലാഹു തആല പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുകയും ചെയ്യും. അപ്പം ഭൂമിയും ആകാശവും ഇല്ലാത്തപ്പോ നമ്മൾ എവിടെയായിരിക്കും നബിയേ?
ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സിറാത്തിലായിരിക്കും അല്ലയോ ആയിഷ. പിന്നൊരിക്കൽ വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയേ, അവിടുന്ന് പരലോകത്ത് ചെല്ലുമ്പോ എല്ലാവരും വിവസ്ത്രരായി വിചാരണ ചെയ്യപ്പെടുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്ന നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നഗ്നതകൾ കണ്ടുപോകില്ലേ നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇല്ല മോളെ ആയിഷ, അവിടെ മറ്റൊരാളെ നോക്കാൻ നേരമില്ല, പരസ്പരം ഔറത്ത് നോക്കാനുള്ള സമയമല്ല. റോൾ മോഡലുകളായി സിനിമാ താരങ്ങളെ തലയിൽ പിടിച്ചു കയറ്റാൻ വീട്ടിൽ ടെലിവിഷൻ വെച്ചുകൊടുക്കുന്ന രക്ഷിതാക്കളെ, ഭൗതികതയുടെ പ്രമത്തതയിൽ ആത്മീയതയെ മുഴുവനും ഹോമിച്ചു കളയുന്ന ഉമ്മമാരെ, ഗൾഫ് പണത്തിന്റെ പളപളപ്പിൽ ജീവിതത്തെ പഠിച്ചു പൊളിക്കുന്നതിന് വേണ്ടി തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങുന്ന പുതിയ സംസ്കാരത്തിന്റെ ആളുകളെ, മദീനയിലേക്ക് മടങ്ങാം, ലോകത്തിന്റെ നേതാവിന്റെ മാതൃകയിലേക്ക്. കാരണം താൽക്കാലികമായ ഭൗതിക ജീവിതത്തിന്റെ ഇടവഴികളിൽ നിന്ന് പാരത്രിക ലോകത്തിന്റെ പറുദീസ ഒരുക്കാനുള്ള ആരാധനയാണ് വേണ്ടത്. നമ്മുടെ മനസ്സിലേക്ക് മമ്പുറന്തങ്ങൾ പതിഞ്ഞു വന്നൊരു കാലം, നമ്മുടെ മനസ്സിലേക്ക് ഗൗസുൽ ആദം തങ്ങൾ തികട്ടി വന്നൊരു കാലം, നമ്മുടെ മനസ്സിലേക്ക് നഫീസ റളിയല്ലാഹു അൻഹയും റാബിയത്തുൽ അദവിയയും കടന്നു വന്നൊരു കാലം. അതെല്ലാം മാറിയിട്ട് ഇന്ന് സിനിമാ സ്റ്റാറുകളും ക്രിക്കറ്റ് താരങ്ങളുമാണ് നമ്മുടെ മക്കളുടെ മനസ്സിൽ അടയാളപ്പെട്ട് കിടക്കുന്നതെങ്കിൽ, ഉമ്മമാരെ, മാറ്റം വരട്ടെ. മാതൃകയുടെ മഹോന്നതങ്ങളായ വ്യക്തിപ്രഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് മാലോകരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആ മഹാന്മാരുടെ ചരിത്രം നമ്മുടെ മക്കളുടെ കൽബിൽ വരുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട മോളോട് പറഞ്ഞു കൊടുക്കണം, മോളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമായ അറിയണം മോളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പാതിവൃത്യത്തിന്റെ പര്യായമായിരുന്നു. ഒളിച്ചോട്ടം നടത്തുന്ന പുതിയ തലമുറയ്ക്ക് ധർമ്മത്തിന്റെ മാതൃക പറഞ്ഞു കൊടുക്കാൻ ആയിഷ ബീവിയുടെ ചരിത്രത്തിൽ വായിക്കാനുണ്ട്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി സന്താന ഭാഗ്യമില്ല, ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കുവാനുള്ള ഉദാഹരണം ആയിഷ ബീവിയിലുണ്ട്. ഒരു ഭർത്താവിനോട് എങ്ങനെയാണ് പരിചരണം നടത്തേണ്ടതെന്ന വിശുദ്ധമായ മാതൃക ഭവതിയിലുണ്ട്. ഒരു വീടെങ്ങനെ പരിചരിക്കണമെന്ന് പഠിപ്പിക്കാനുള്ള മാതൃക ആയിഷ ബീവിയിലുണ്ട്. വിധവയായി വർഷങ്ങളോളം ജീവിച്ചിട്ട് എങ്ങനെയാണ് ശുദ്ധിയോടെ ജീവിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിന് പരിഹാരം ആയിഷ ബീവിയിലുണ്ട്. രാഷ്ട്രീയത്തിന്റെ കോട്ടകൊത്തളത്തിലേക്ക് വിളിച്ചിറക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന അധ്യായം ആയിഷ ബീവിയിലുണ്ട്. ഇതുപോലെ സർവസമ്പന്നമായ ചരിത്രമുള്ളൊരു മഹതി വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ആധുനിക യുഗത്തിൽ സംവരണത്തിന്റെ പേരിൽ നമ്മുടെ സഹോദരിമാരെ തെരുവിൽ വലിച്ചഴയ്ക്കുന്ന കാലം. അങ്ങനെ വിളിച്ചാ പോകണോ വേണ്ടേ എന്ന് ചരിത്രത്തിന്റെ മാതൃക തേടുമ്പോ ആയിഷ ബീവിയിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ അടുപ്പ് പുകയ്ക്കാൻ വകുപ്പില്ലാത്ത വീട്ടുകാരി എന്തു ചെയ്യണം? ആയിഷ ബീവിയോട് ചോദിക്കുക. വന്നു മറിയുന്ന സമ്പന്നതയുടെ കൂമ്പാരത്തിൽ എന്താണ് ഒരു വീട്ടുകാരി ചെയ്യേണ്ടത്? അതിനും മാതൃക ആയിഷ റളിയല്ലാഹു അൻഹയിലുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ വിസ്തൃതമായ വായനയിലേക്ക് നമുക്ക് കടന്നു പോകാം. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ മഹദിയവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മറ്റുള്ളവരെ പരിഗണിക്കാത്ത ഭീകരമായ രംഗങ്ങൾ ഏതൊക്കെയാണ് നബിയേ? പരസ്പരം നഗ്നതകൾ നോക്കാൻ മാത്രം പറ്റാത്ത വിധത്തിൽ ഗൗരവതരമായ വിഹ്വലതയുടെ അധ്യായങ്ങളാണ് പരലോകത്തിനെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കാത്ത സമയം എവിടെ?
അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 3 ഘട്ടങ്ങളാണ് മോളെ. ഒന്ന് അമലുകൾ തൂക്കുന്ന ഘട്ടമാണ്. സൽക്കർമ്മങ്ങളെ തൂക്കി നോക്കിയിട്ട് അതിന്റെ അളവ് കണക്കാക്കുന്ന രംഗം മറ്റുള്ളവരെ നോക്കാൻ കഴിയില്ല. രണ്ടാമതായി കിതാബ് നൽകപ്പെടുന്ന സമയമാണ്. മൂന്നാമതായി നരകം ഗർജിക്കുന്ന സമയമാണ്. ഈ 3 സമയവും മറ്റൊരാളെയും ഒരാളും നോക്കൂല, അവനവന്റെ കാര്യത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ നബിയേ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവനെ കാണാൻ ആശിക്കുമെന്നും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ കാണാൻ ആശിക്കുമെന്നും പറഞ്ഞല്ലോ. അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവർ അള്ളാഹിനെ കാണാൻ ആശിക്കുമെങ്കിൽ ആരെങ്കിലും മരണത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ നബിയേ? അതിന്റെ വ്യാഖ്യാനം എന്താണ് യാ റസൂലല്ലാഹ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, അതിന്റെ വ്യാഖ്യാനം സ്വർഗത്തെയും അതിന്റെ അനുഗ്രഹങ്ങളെയും പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ പ്രണയം വർദ്ധിക്കും, അത് കിട്ടണമെന്ന് ആശ വരും, അതിലേക്ക് പോകണമെന്ന ചിന്തയുണ്ടാകും. പരലോകത്തെക്കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ വിഹ്വലതകൾ പറയുമ്പോ അതിനെക്കുറിച്ച് ഭയം ഉണ്ടാകും. അതേ സമയത്ത് ഈമാനില്ലാത്തവർ, അവർക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളും നരകത്തിന്റെ വിഹ്വലതകളും രണ്ടും പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതുപോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികമായ ജീവിതത്തിന്റെ നിസ്സാരബോധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് പഠിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ദുനിയാവിൽ കൊട്ടാരത്തിലും മണിമാളികകളിലും ജീവിക്കുന്നവരല്ല, ലളിതമായ ജീവിതം നയിക്കുന്നവർ നാളെ സ്വർഗത്തിൽ വലിയ പദവിയുള്ളവരാണ്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മക്കയിൽ വന്ന സമയത്ത് മഴയില്ലാത്ത വലിയ വരൾച്ച അനുഭവപ്പെടുന്ന സമയമാണ്. എല്ലാ ആളുകളും വരൾച്ചയിൽ വിഷമിക്കുകയാണ്. ഇമാം കല്ലൂബി ഉദ്ധരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് ജുമ കഴിഞ്ഞ് അറഫയിൽ പോയി ദുആ ചെയ്തു. അടുത്ത വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് അറഫയിൽ പോയി ദുആ ചെയ്തു. ഉത്തരം കിട്ടുന്നില്ല. മൂന്നാമത്തെ വെള്ളിയാഴ്ചയായപ്പോൾ അറഫയിൽ പോയി ദുആ ചെയ്യാൻ ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോ അതാ മെലിഞ്ഞു കറുത്ത ഒരു മനുഷ്യൻ നടക്കുന്നു. ഞാൻ അയാളുടെ പിന്നിൽ കൂടി. അയാൾ അറഫയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് സുജൂദിലേക്ക് കിടന്നിട്ട് പറയുകയാണ്, അല്ലാഹുവേ, നീ ജനങ്ങൾക്ക് മഴ നൽകാതെ ഞാൻ എന്റെ ശിരസ് സുജൂദിൽ നിന്ന് ഉയർത്തില്ല അല്ലാഹ്. ആകാശത്തിന്റെ അധികാരിയായ പടച്ചവനോട് ഈ അടിമയായ മനുഷ്യനങ്ങ് പ്രാർത്ഥന നടത്തുമ്പോ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തങ്ങൾ പറയുകയാണ്, ഞാൻ നോക്കുമ്പോ അതാ ഒരു കൂട്ടം മേഘം വന്നിട്ട് ആകാശത്ത് അതാ തിങ്ങിക്കൂടി. അടുത്ത ഒരു കൂട്ടം വന്ന് അതിലേക്ക് ചേർന്നു. അല്പം കഴിഞ്ഞ് മഴയങ്ങ് വർഷിക്കുമ്പോൾ റഫഅ റഅസഹു ഫഹമിദല്ലാഹ്, തല ഉയർത്തിയിട്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. नूर की सागर नूर की जलवा नूर की जल खा जा. പ്രഭാവത്തിന്റെ
പ്രപഞ്ചങ്ങളെ മുഴുവനും സമാഹരിച്ച മക്കായുടെ മനോഹരമായ അന്തരീക്ഷത്തിലേക്ക് മദീനായുടെ മലർവനിയിലേക്ക് കൊണ്ടുവന്ന് മാലോകരുടെ മലതലത്തിലേക്ക് നിധി കുംഭങ്ങളെ അടയാളപ്പെടുത്തിയ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രണയമുള്ള അനുയായി അറഫായുടെ മണ്ണിൽ വന്ന് സുജൂദിൽ കിടന്നിട്ട് പറയുകയാ, അല്ലാഹുവേ നീ മഴ അവതരിപ്പിച്ചു തരണേ അല്ലാ, അല്ലാതെ ഈ അടിമ തല ഉയർത്തൂല്ല. മഴ പെയ്തപ്പോഴേക്ക് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. ഞാൻ അയാളുടെ പിന്നിൽ കൂടി നടന്ന് പിന്നാലെ ചെന്നപ്പോഴിദ്ദേഹം കിടക്കുന്നത് കൊട്ടാരത്തിലേക്കല്ല, കമാനത്തിലേക്കല്ല, മാളികകളിലേക്കല്ല, അടിമച്ചന്തയിലെ ഒരു മൂലയിലേക്കാണ്. ഞാൻ സ്ഥലമടയാളപ്പെടുത്തി വെച്ചിട്ട് തിരിച്ചു പോന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ പോയി. കയ്യിലുള്ള സംഖ്യ മുഴുവനും കീശയിൽ കരുതിയിട്ടാണ് പോയത്. അടിമച്ചന്തയിൽ ചെന്ന് കച്ചവടക്കാരനോട് ചോദിച്ചു, വല്ല അടിമയും വിൽക്കാനുണ്ടോ? അപ്പോ ഒരടിമയെ കാണിച്ചു തന്നു. ഞാൻ ചോദിച്ചു, വേറെ ഉണ്ടോ? അങ്ങനെ ഓരോരോ അടിമയും കാണിച്ചു തന്നിട്ട് അവസാനം വരെ കാത്തുനിന്നപ്പോ അയാള് പറഞ്ഞു, ഇനിയൊരു ചാവാലി അടിമയുണ്ട്, ആരോഗ്യമില്ല, കാണാൻ കൊള്ളൂല, ഞാൻ 20 ദീനാറിന് വാങ്ങിയതാ, 10 ദീനാറിന് വേണമെങ്കിൽ അങ്ങ് തന്നേക്കാം. ഞാൻ പറഞ്ഞു, അതിനെ കൂടി ഒന്ന് കാണട്ടെ. കാണിച്ചു തന്നപ്പോ ഞാൻ ഇന്നലെ കണ്ട മനുഷ്യനാണ്. ഞാൻ അടിമക്കച്ചവടക്കാരനോട് പറഞ്ഞു, എടോ നിങ്ങൾ 20 രൂപയ്ക്ക് വാങ്ങിയ സാധനമല്ലേ, ഞാൻ 7 രൂപ ലാഭം കൂടി തന്നേക്കാം, 27-ന് എനിക്ക് വിറ്റേക്കൂ. 27 ദീനാറിന് അടിമേഞ്ഞ് വാങ്ങിയിട്ട് കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോ ഇദ്ദേഹം ചോദിക്കുകയാണ്, എത്ര രൂപയ്ക്കാണ് എന്നെ വാങ്ങിയത്? ലാ ഉതീഖു ഖിദ്മതക യാ മൗലായി, എനിക്ക് നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനൊന്നും ആവൂല, ഞാൻ ആകെ ദഈഫായ ആളാണ്, ഞാൻ പാവപ്പെട്ട മനുഷ്യനാണ്, അതുകൊണ്ട് എന്നെ അങ്ങ് വിട്ടേക്കണേ, എന്നെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് നഷ്ടമായി പോയില്ലേ? അപ്പോൾ പറഞ്ഞു, ഉരീദു ഖിദ്മതക, ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനാ നിങ്ങളെ വാങ്ങിയത്, അല്ല നിങ്ങളെ കൊണ്ട് എനിക്ക് സേവ ചെയ്യിക്കാനല്ല. ചോദിച്ചു, എന്തേ അങ്ങനെ പറയുന്നത്? ഇന്നലെ ഞാൻ നിങ്ങളെ അറഫയിൽ വെച്ച് കണ്ടു, നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുന്നത്, ദുആ ചെയ്യുന്നത്, അപ്പോഴേക്ക് അല്ലാഹു തആല മഴ വർഷിക്കുന്നത് ഞാൻ കണ്ടു. ഓ, ഇന്നലെ എന്നെ കണ്ടു അല്ലേ? പ്രിയപ്പെട്ട സഹോദര, ഇവിടെ ഒന്ന് ആലോചിക്കാനുണ്ട്. ഒരുപാട് കൊട്ടാരത്തിൽ ജീവിക്കുന്ന വലിയ ആളുകൾ വന്ന് ദുആ ചെയ്തിട്ട് കിട്ടിയില്ല. അടിമക്കമ്പോളത്തിൽ പോലും വില കൽപ്പിക്കപ്പെടാത്തൊരു ചരക്ക് വാങ്ങിയ സംഖ്യയുടെ പകുതിക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ മുതലാളി വെച്ചിരിക്കുന്നയാൾ, പക്ഷേ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോഴേക്ക് മഴ വർഷിക്കുകയാണ്. അവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിനിടയിൽ ചോദിച്ചു, അല്ല നിങ്ങൾ എന്നെ അങ്ങ് സ്വതന്ത്രനാക്കിയേക്കാമോ? അൻത ഹുർറുൽ ലിവജ്ഹില്ലാ, അള്ളാന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഒരു മനുഷ്യൻ എന്നെ ഇപ്പൊ അടിമത്വത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോ എത്ര വലിയ സന്തോഷം, നീ എനിക്ക് സ്വർഗം തന്ന എത്ര വലിയ സന്തോഷമായിരിക്കും ഇതിനേക്കാളും എന്ന് പറഞ്ഞിട്ട് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്തു. പടച്ചവനെ, 30 കൊല്ലമായി ഞാൻ നിനക്ക് സേവനം ചെയ്യുന്നു, അഥവാ ഇബാദത്ത് ചെയ്യുന്നു. 30 കൊല്ലമായി ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു. എന്റെയും നിന്റെയും ഇടയിൽ ഒരൊറ്റ ഉടമ്പടിയാണ്. എന്റെ രഹസ്യം പൊളിയരുതേ. ഇപ്പൊ എന്റെ രഹസ്യം പൊളിഞ്ഞുപോയി. ഇനി എനിക്ക് ജീവിതം വേണ്ട. അള്ളാഹുവിനോട് ആത്മാവ് കൊണ്ടടുത്തിട്ട് ആധ്യാത്മികയുടെ പ്രഭാവിതാധ്യായങ്ങളെ ഹൃത്തിലേറ്റിയ ഇഷ്ടനായ അടിമയുടെ സ്വഭാവമാണ് ഹുദാ കാനാ മുലിഖ് ദേനാ നബി കാനാ മുലിഖ് ദേനാ.
ഇരുട്ട് പടർന്നു കിടക്കുന്നിടത്ത് വെളിച്ചമടയാളപ്പെടുത്തിയ പ്രഭയുടെ നായകനാണ് ലോകത്തിന്റെ നേതാവ് സർവറെ ആലം സർക്കാരെ ദോ ആലം നൂറെ മുജസ്സം സർവറെ ആലം ഹബീബേ ഖുദാ വറൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാണ്, അവിടുത്തെയുടെ അനുരാഗിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയാണ്, ഞാൻ ഇദ്ദേഹത്തെ ഉള്ള തുണി കൊണ്ട് കഫം പൊതിഞ്ഞിട്ട് ഖബറടക്കി. രാത്രിയായപ്പോഴേക്ക് വരുന്നു സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ والزمزم والسلسبيل قاهر المضادين رحمة للعالمين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, യാ അബ്ദല്ലാഹ്, നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്ന് നല്ല വസ്ത്രം കൊണ്ട് കഫം പൊതിയാൻ പറ്റിയില്ലേ? ഒന്ന് നേരെ ചൊവ്വേ നല്ല വസ്ത്രം കൊണ്ടൊന്ന് കഫം പൊതിഞ്ഞുകൂടായിരുന്നോ? അദ്ദേഹത്തിന്റെ കഫം പുടവയിൽ പൊടിയുണ്ട്, ഡിസോർഡറാണ്, ഒന്ന് നേരെയാക്കിക്കൂടായിരുന്നോ? ഞാൻ നാണം തോന്നിപ്പോയി. പിറ്റേന്നു രാവിലെ ഞാൻ ആ ഖബർ തുറന്നു, കഫൻ പുടവ നല്ലതുകൊണ്ട് പൊതിഞ്ഞു, എന്നിട്ട് വീണ്ടും ആ ഖബറിൽ കിടത്തിക്കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരാ, കൊട്ടാരങ്ങളിലും പരവതാനികളിലും ജീവിക്കുന്ന ഭൗതികതയുടെ പരിപ്രേക്ഷ്യങ്ങളല്ല, ആത്മീയതയുടെ പ്രപഞ്ചത്തിൽ നിന്ന് അള്ളാഹുവിനെ അറിഞ്ഞ അടിമകള് അടിമച്ചന്തയിലെ വില കുറഞ്ഞ ചരക്കായാലും പ്രപഞ്ചാധിപനായ അള്ളാഹുവിന്റെ മുമ്പിൽ മൂല്യമുള്ളവരാ. അവരാണ് യഥാർത്ഥത്തിൽ ഉന്നതന്മാരായ ആളുകൾ. തല്ലഖു ദുനിയാ, ദുനിയാവിനെ അവർ വിട്ടൊഴിഞ്ഞു. ആ ആത്മീയതയുടെ വഴിയെ സ്വീകരിച്ച ഒരു മഹാത്മാവിന്റെ പേരിലാണ് ഈ കാണുന്ന വൈജ്ഞാനിക സാമ്രാജ്യങ്ങൾ മുഴുവൻ ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിൽ മടവൂരി തങ്ങളുടെ 2 അക്ഷരത്തിന്റെ മേലിലാണ് ഈ വൈജ്ഞാനിക സാമ്രാജ്യങ്ങൾ ലോകം മുഴുവനും അറിയുന്ന വിധത്തിൽ മർക്കദു സഖാഫത്ത് സുന്നിയയുടെ പ്രവർത്തനം മുതൽ നമ്മുടെ ഈ CM സെന്ററും ഒരുപാട് സ്ഥാപനങ്ങളും പടർന്നു പന്തലിച്ചു നിൽക്കുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് പ്രാന്തമായൊരു ദേശത്ത് ആരാധനയിലിരുന്ന സാത്വികന്മാരെ ലോകമേറ്റെടുക്കുകയാണ്. അവിടുന്നാണ് നമ്മൾ ആത്മീയ പാഠങ്ങൾ പകർത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യയിൽ നിന്ന് പകർന്നവരാണ്. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, മോളെ ആയിഷ, ആരോരും പരസ്പരം പരിഗണിക്കാത്തൊരു സമയമുണ്ടേ, അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോഴാണ്. അതുകൊണ്ട് മോളെ, അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്ന ആളുകൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി കേൾക്കുമ്പോ ആശ വെക്കുന്നവരാണ്. നരകത്തിന്റെ ജ്വാലകളെ കുറിച്ച് പാരായണം വരുമ്പോ കവിൾത്തടത്തിലൂടെ ചാലിട്ടൊലിക്കുന്നവരാണ്. അപ്പൊ ഈ നബവി കുടുംബത്തിന്റെ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഇസ്ലാമിനെ അറിയേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നിയിൽ നിന്നാണ് കുടുംബ ജീവിതത്തിന്റെ അധ്യായങ്ങൾ പകർത്തേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങൾ പഠിപ്പിച്ചു തരാൻ ചോദിക്കുന്നതിൽ യാതൊരു അമാന്തവും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവും ഭാര്യയും കൂടി പിണങ്ങിയാൽ എങ്ങനെയാണ് നീതി പാലിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ 1 മാസം നിങ്ങളോട് ഇടപാടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉയർന്ന തട്ടിലേക്ക് ഏകാന്തവാസത്തിന് പോയി. എല്ലാ ഭാര്യമാരോടും തൽക്കാലം ചെറിയൊരു വിട്ടുനിൽക്കലാണ്. അപ്പൊ ഭാര്യയും ഭർത്താവും പിണങ്ങിയാൽ എങ്ങനെയാകണം, ഇണങ്ങിയാൽ എങ്ങനെയാകണം, ഇതൊക്കെ പഠിപ്പിച്ചു തരേണ്ട നേതാവിന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ വരുമ്പോ
കുറച്ചാളുകൾ മിമ്പറുമേ കിടന്ന് കരയുന്നു, കുറച്ചാളുകൾ തൂണ് കെട്ടിപ്പിടിച്ച് കരയുന്നു, അവിടെയും ഇവിടെയുമൊക്കെ കിടന്ന് കരയുന്നുണ്ട്. ചോദിച്ചപ്പോൾ പറഞ്ഞു, മുനാഫിഖീങ്ങളുടെ ദുഷ്പ്രചരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയെന്ന വാർത്തയാണ്. ഈ മച്ചിന്റെ മേലേക്ക് ചെന്നു. അവിടെ തട്ടിന്റെ മുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. കൂടെ ഒരു ഖാദിമായ അടിമയുമുണ്ട്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഉമറുൽ ഫാറൂഖാണ്, ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പെർമിഷൻ കിട്ടിയില്ല. പിന്നെയും പള്ളിയിൽ ചെന്നപ്പോ ജനങ്ങളെല്ലാം വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെയും ഇറങ്ങിയിട്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട സഹോദരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, ഞാൻ എന്റെ മകളുടെ വിഷയത്തിൽ ശുപാർശയ്ക്ക് വന്നതല്ല, ഒരു കാര്യം സമൂഹത്തിന് വേണ്ടി അറിയാൻ വന്നതാണ്. അപ്പോഴാണ് അകത്തേക്ക് കയറുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റോസാ പുഷ്പം പോലെയുള്ള ശരീരത്ത് ചുവന്ന നീണ്ട വര കാണുന്നു. കാരണം ഈത്തപ്പന മടലുകൊണ്ട് അടുക്കിയുണ്ടാക്കിയ കിടക്കയിൽ കിടക്കുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ വരയാണ്. കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, ഒരു വിരിപ്പിട്ടുകൂടെയോ നബിയേ? കിസ്റ രാജാവ് കൊട്ടാരത്തിലല്ലേ നബിയേ? റോമിന്റെ ഭരണാധികാരി കോട്ടകൊത്തളങ്ങളിലല്ലേ നബിയേ? അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആധ്യാത്മികതയുടെ മധുരം പറഞ്ഞു കൊടുക്കേണ്ട ആധികാരിക സ്രോതസ്സായ പുണ്യ ഹബീബിന്റെ മറുപടി, ഓ ഉമറേ, കിസ്റയ്ക്ക് സ്വർഗമുണ്ടോ? കൈസറിന് സ്വർഗമുണ്ടോ? റോമിന്റെ ചക്രവർത്തിക്ക് സ്വർഗമുണ്ടോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറുദീസയുടെ മഹത്വത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്ന നേതാവാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ സ്വർഗീയ കമാനങ്ങൾ അവർക്കില്ലല്ലോ. അബുവാബുഹാ ഹഖ്ഖുൻ സമാനിയതുൻ നതത് ഫിന്നസ്സി വഹിയ ലി സ്വഹിബിൽ ഇഹ്സാനി. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി കമാനങ്ങൾ ഒരുക്കിയിട്ട് കാത്തിരിക്കുന്ന പറുദീസയാണ്. അത് സാർ ചക്രവർത്തിമാർക്കില്ല, റോമിന്റെ ഭരണാധികാരികൾക്കില്ല. 29 ദിവസമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നു. യഥാർത്ഥത്തിൽ 29 ദിവസം വിട്ടുനിന്നൊരു ഭർത്താവിനോട് തിരിച്ചു വരുമ്പോ അങ്ങേയറ്റത്തെ അഭിനിവേശവും ആഹ്ലാദവും കാണിക്കേണ്ട ഭാര്യയാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ വൈകാരികമായ സംയമനത്തിന്റെ നേരമാണ്. പക്ഷേ ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാരിയായത് കേവല വൈകാരിക പ്രകടനത്തിനല്ല, വിചാര വിപ്ലവത്തിന്റെ ആ കലവറ സൂക്ഷിപ്പുകാരിയാണ്. വേറൊരു ഭാര്യയിൽ നിന്നും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വാചകം കേൾക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, ഒരു മാസത്തേക്കാണല്ലോ അവിടുന്ന് അവധി വാങ്ങിപ്പോയത്, ഇപ്പൊ 29 ദിവസമേ ആയിട്ടുള്ളൂ, ഇറങ്ങാൻ സമയമായോ നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു, ഒരു മുഅല്ലിമിനെയും ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. എത്ര സ്വഹാബികളാണ് രേഖപ്പെടുത്തിയത്. നിസ്കാരത്തിൽ തുമ്മിയാൾക്ക് യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞ സ്വഹാബി, അതുപോലെ നിസ്കാരത്തിന്റെ ഇടയിൽ ബഹളമുണ്ടാക്കിയ സ്വഹാബികൾ, അവർക്കെല്ലാം സംയമനത്തോടെ തിരുത്തിക്കൊടുത്ത പുണ്യ ഹബീബ് മുഅല്ലിമീങ്ങളുടെ ഉദാത്ത മാതൃകയാണ്.
ആയിഷയോട് ദ്വേഷിയായില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, മോളെ, മാസത്തിന് 29 ദിവസമുള്ള മാസമുണ്ട്, 30 ദിവസമുള്ള മാസവുമുണ്ട്. ഈ മാസത്തിന് 29 ദിവസമേ ഉള്ളൂ ആയിഷ. ഇമാം ബുഖാരിയല്ലേ ഇത് ഉദ്ധരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവസരോചിതമായി ഡൗട്ട് ക്ലിയർ ചെയ്ത മഹദിയാണ് ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹാ. പിന്നൊരിക്കൽ കാണാം, അപ്പൊ ഇസ്ലാമിന്റെ നിയമം ചോദിച്ചറിയുന്നതിൽ ദയാദാക്ഷിണ്യമില്ലാതെ ചോദിച്ചു പഠിച്ച മഹദിയാണ്. പിന്നെ കാണാം, ഒരു ചീത്ത മനുഷ്യൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ സ്വീകരിച്ചിരുത്തി നല്ല നിലയിൽ പരിഗണിച്ചിട്ടൊക്കെ അങ്ങ് വിട്ടു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, അവര് മഹാ ചീത്തയാളാണെന്നല്ലേ പ്രസിദ്ധിയുള്ളത്, പിന്നെന്തിനാണ് തങ്ങൾ ഇങ്ങനെയൊക്കെ സ്വീകരിച്ചത്? അപ്പോൾ പറഞ്ഞു, മോളെ ആയിഷ, ഒരാളുടെ അടുക്കലേക്ക് മറ്റൊരാൾക്ക് വന്നുകൂടാ എന്ന അവസ്ഥയിൽ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് മോശക്കാരൻ. എന്റെ അടുക്കൽ അയാൾക്ക് വന്നുകൂടാ എന്ന് ചിന്തിച്ചു പോയാൽ ഞാനാണ് മോശക്കാരൻ. അതുകൊണ്ട് അയാളല്ല, അതുകൊണ്ട് അയാളെ നന്നാക്കേണ്ടവരാണ് നമ്മൾ എന്ന ധ്വനിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കറക്റ്റ് ചെയ്യുകയാണ്. അറബികളായ ആളുകൾ ഇസ്ലാമിന്റെ നിയമമറിയാത്തവരാണ്, അങ്ങ് പ്രാന്തപ്രദേശത്ത് ജീവിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സ്വഹാബത്തിനോടും അവിടുന്ന് തവാസുൽ ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴെങ്കിലും ഭക്ഷണം പാചകം ചെയ്തു കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കാറില്ല. കാരണം ഇത് അർത്ഥതാണോ വൃത്തിയുള്ളതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ അറാബികളിൽ നിന്ന് 1-2 പേര് ഭക്ഷണം കൊണ്ടുവന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചു. അപ്പോഴും ആയിഷ ബീവി ഇടപെടുകയാണ്, നബിയെ, അവര് കൊണ്ടുവന്നാ കഴിക്കാറില്ലായിരുന്നല്ലോ, ഇന്നെന്തേ കഴിച്ചത് നബിയേ? മോളെ ആയിഷ, അവര് മറ്റുള്ള അറാബികളെ പോലെയല്ല, നമ്മൾ വിളിച്ചാൽ വരുന്നവരാണ്. അഥവാ നമ്മളുടെ അടുക്കൽ വന്ന വിഷയങ്ങളൊക്കെ കണ്ടറിഞ്ഞ് പഠിച്ചുപോയവരാണ്. അതുകൊണ്ട് അവരുടെ ഭക്ഷണത്തിൽ അപാകതയില്ല, അതുകൊണ്ടാണ് കഴിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുന്നു ആയിഷ റളിയല്ലാഹു അൻഹയോട്. അപ്പൊ ചോദിക്കാൻ അറച്ചു നിൽക്കുന്ന സമയങ്ങളിൽ പോലും വിഷയം പഠിച്ചിട്ട് നിയമം പഠിപ്പിച്ചു തന്ന മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. അവിടുന്ന് കന്യകയായ പെണ്ണിനോട് സമ്മതം ചോദിച്ചാൽ അവള് സമ്മതം ചിലപ്പോ പറയൂലല്ലോ നാണം കൊണ്ട്. അപ്പൊ അവളുടെ സമ്മതം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നബിയേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൾ നാണമുള്ളത് കൊണ്ട് പറയണമെന്നില്ല, പക്ഷേ അവളുടെ മൗനം സമ്മതമാണ്. ഇങ്ങനെ ഓരോ നിയമങ്ങളും പഠിപ്പിച്ചു തന്ന നേതാവിന്റെ കൂട്ടുകാരി, അവിടുത്തെയുടെ വീട്ടുകാരി. ഇനി കടന്നുപോകുന്ന കുടുംബജീവിതമുണ്ട്, അവിടുത്തെ അടുക്കളയുടെ വർത്തമാനമുണ്ട്, വീടിന്റെ വലിപ്പമുണ്ട്, വീട്ടുപകരണങ്ങളുടെ എണ്ണമുണ്ട്, അവിടുത്തെ ഇടപാടുകളുടെ സ്വഭാവമുണ്ട്, ധർമ്മത്തിന്റെ ചൈതന്യമുണ്ട്, ആരാധനയുടെ സ്വഭാവമുണ്ട്, പള്ളിയിലേക്ക് വിളിച്ചപ്പോ പോയോ ഇല്ലയോ എന്ന് അറിയേണ്ടതുണ്ട്. ഇതെല്ലാം അല്ലാഹു തൗഫീഖ് നൽകിയാൽ ആയിഷ ബീവിയോടൊപ്പം നാളെ നമുക്ക് സഞ്ചരിക്കാം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ആത്മാക്കളെക്കാൾ നമുക്ക് കടപ്പാടുള്ള നേതാവാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ശേഷം നമുക്ക് അവിടുത്തെ ഭാര്യമാരെ വേറൊരാളും വിവാഹം കഴിച്ചുകൂടാ. അതിന് പല ന്യായങ്ങളും ഇമാമിയങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ ഫീ ഖബരിഹി, ഖബറിൽ ജീവിക്കുന്ന നബിയാണ്. അവിടുന്ന് നമ്മളെപ്പോലെയല്ല, ഖബറിൽ ജീവിക്കുന്നത് കൊണ്ട് അവിടുത്തെ ഭാര്യമാരെ വേറെ ആളുകൾക്ക് വിവാഹം കഴിച്ചുകൂടാ. ഇത് ഇബ്നുൽ ഖയ്യിമിന്റെ നൂനിയയിൽ ആ ധ്വനിയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്.
രണ്ടാമതായി നമ്മുടെ ആത്മാവിന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ ആത്മാവിന്റെ ഉമ്മമാർ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. അതുകൊണ്ട് വിവാഹം കഴിച്ചുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ പവിത്രവതികളാണ്. ആ പവിത്രതയ്ക്കനുസരിച്ച് വേറൊരാൾക്കും പെരുമാറാൻ പറ്റില്ല. അവിടുത്തെ ബഹുമാനത്തോട് ചേർന്നു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിവാഹം ചെയ്തുകൂടാ. ഇതെല്ലാം ഇമാമുകൾ അക്കമിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കിതാബുകളിൽ. ആ മഹദികളുടെ ജീവിതമാണ് ഉമ്മമാരെ പകർത്തേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയെ അറിയണം, അനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തണം. സഹറായിനെ വായിക്കണം, ജീവിതത്തിൽ അതനുസരിച്ച് പെരുമാറണം. സൗദാ ബിൻത് സംഅയെ അറിയണം, സ്വകാര്യതകൾ എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് പഠിക്കണം. സഫിയ ബിൻത് ഹുയൈനെ അറിയണം, ജീവിതം എങ്ങനെ പാലിക്കണമെന്ന് പഠിക്കണം. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ അറിയണം, ആദർശം എങ്ങനെ കാത്തുരക്ഷിക്കണമെന്നറിയണം. അതുപോലെ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ വായിക്കണം, കുലീനത എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കാവുന്നതാണ്. അങ്ങനെ ഓരോന്നും മാതൃകയുടെ മഹിതമായ ഭാവങ്ങളായി മഹിളാരത്നങ്ങളായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരിൽ നിന്ന് ജീവിതം അറിയണം. ഞാൻ ഇന്നിവിടെ ഉമ്മാത്തുൽ മുഅ്മിനീൻ തുടങ്ങി വെച്ചതാണ്. നാളെ ആയിഷ ബീവിയെ പറയണം, അതെവിടെയും എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പിന്നെയും ഉമ്മമാരെ പറയണം. അവസാനമാ ഉമ്മമാരുടെ ശുപാർശ കൊണ്ട് ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് പരിഗണിക്കണം. നമ്മൾ കരഞ്ഞിട്ട് ഉപ്പ തല്ലുമ്പോൾ, ഉപ്പ ശിക്ഷിക്കാൻ മാത്രമുള്ള കുറ്റം ചെയ്യുമ്പോൾ ഉമ്മാന്റെ കോന്തല പിടിച്ച് ചുരുണ്ടുകൂടിയത് ഓർമ്മയില്ലേ? അപ്പൊ ഉപ്പാന്റെ അടുത്ത് നിന്ന് രക്ഷിച്ചിട്ട് സ്നേഹം വാങ്ങിത്തന്നത് ഉമ്മയല്ലേ? അതുപോലെ നമ്മുടെ ഉമ്മയാണ് ബഖീഇൽ കിടക്കുന്ന ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹാ. അല്ലാഹു ആ ഉമ്മമാരുടെ സ്നേഹ ബഹുമാനങ്ങളും വാത്സല്യങ്ങളും ലഭിക്കുന്ന അനുയായികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരട്ടെ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മദീനയും പറയാതെ പ്രസംഗം പ്രസംഗമാവുകയില്ല, വഅള് വഅളാവുകയില്ല. ഹബീബിനെ ഒന്ന് പറയാതെ വേദി വേദിയാവുകയില്ല. വഅലു റസൂലില്ലാഹി അലിൻ മഖാമുഹും വഅലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ ഈ വേദിയിലുണ്ട്. അതാ ഇനി ഇവിടെ നേതൃത്വം കൊടുക്കാനുള്ള ബഹുമാനപ്പെട്ട സുഹൈൽ തങ്ങളവറുകളും എത്തിയിട്ടുണ്ട്. അവരുടെ തണലാണ് നമുക്കുള്ള തണൽ, ഔലിയാക്കളുടെ തണലാണ് നമുക്കുള്ള തണൽ, അഹ്ലുൽ ബൈത്തിന്റെ തണലാണ് നമുക്കുള്ള തണൽ. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഒരു കിതാബ് എഴുതിയിട്ടില്ലേ അഹ്ലുൽ ബൈത്തിനെ കുറിച്ച്? എത്ര വലിയ പദവിയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. റഷ്ഫത്തു സ്വാദി ഫീ ബഹരി ഫളാഇൽ ബനി നബിയിൽ ഹാദി എന്നൊരു ഗ്രന്ഥമില്ലേ? എത്ര ഉയർന്ന പദവിയാണ് അഹ്ലുൽ ബൈത്തിന് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം പറയുന്ന കിതാബുകൾ ഇമാമുകൾ ഒട്ടനവധി എഴുതിയിട്ടുണ്ട്. സാധുവായ ഞാൻ ആ കിതാബുകളിലേക്ക് ചെറിയ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ മഹത്വം പറഞ്ഞ സീഡികൾ വിപണിയിലുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുകയല്ല. നമ്മുടെ എല്ലാം മടങ്ങുന്നത് മദീനയിലേക്കാണ്. കണ്ടില്ലേ, ഒരു സംഘം ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ഇടയിൽ വെച്ച് കപ്പലങ്ങ് ആടി ഉലഞ്ഞുപോയി, മുങ്ങാൻ പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരാൾ ആ കപ്പലിൽ നിന്നിറങ്ങിയിട്ട് കടലിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുന്നു. ഒരാൾ കടലിലേക്ക് ഇറങ്ങിയിട്ട് കടലിന്റെ മേലെ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നു.
അപ്പോൾ മറ്റുള്ളവര് നോക്കിയപ്പോ അവര് ആടിയുലയുന്ന കപ്പലിലാണ്, മുങ്ങിപ്പോകാൻ പോവുകയാണ്. ഒരാള് മാത്രം അതാ ഇറങ്ങിയിട്ട് മുസല്ല വിരിച്ചു നിസ്കരിക്കുകയാണ്. സലാം വീട്ടിയപ്പോൾ അവര് പറഞ്ഞു, യാ വലിയല്ലാഹ്, അള്ളാഹുവിന്റെ വലിയവറുകളെ, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. ഫലം യൽതഫിത് ഇലൈനാ, ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബിഹഖ്ഖി മൻ ഖവ്വാക ലിഇബാദതിക, നിങ്ങൾക്ക് ഈ ഇബാദത്തിന് കഴിവ് തന്ന അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. വഹുവ ഗായിബുൻ അന്നാ, ആ നിസ്കരിക്കുന്നയാള് പറഞ്ഞു, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അവനെ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എങ്ങനെയെങ്കിലും. ഉടനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എന്നാൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണം. ഉടനെ കപ്പലിൽ മുങ്ങാൻ പോകുന്ന ആളുകൾ ചോദിച്ചു, ബിമന തഖറബു ഇലല്ലാഹ്, ഞങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത്? ഉടനെ ആ മനുഷ്യൻ പറയുകയാണ്, ബിതർക്കി ദുനിയാ, ദുനിയാവിനോടുള്ള പ്രണയമൊഴിവാക്കണം, ഭൗതികതയോടുള്ള പ്രേമമൊഴിവാക്കണം. പെങ്ങളെ, നല്ല വസ്ത്രം ധരിച്ച് തെരുവിലിറങ്ങി ആടാനല്ല, ടൈറ്റ് പർദ്ദ ധരിച്ചിട്ട് അന്യപുരുഷന്റെ മുമ്പിൽ നെകളിക്കാനല്ല, തലമറയ്ക്കാൻ പറ്റാത്തൊരു തുണ്ടൻ തുണിയിട്ടിട്ട് നിന്റെ പർദ്ദയുടെ മേലെ 10 പവന്റെ മാലയും തുറന്ന് ജനങ്ങളെ കാണിച്ച് നടന്ന് അന്യപുരുഷന്റെ മുമ്പിൽ ആടാനല്ല. ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ വരുമ്പോ ഔറത്ത് തുറന്നിട്ടിട്ട് വരാനല്ല, അന്യപുരുഷന്മാരോട് ഇടകലരാനല്ല. നിങ്ങൾ ഭൗതികമായ താൽപര്യങ്ങളിൽ നിന്ന് മാറി ഖൽബ് അല്ലാഹുവിലേക്ക് അടുപ്പിക്കണേ. അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ കൽബിൽ നിന്ന് ദുനിയാവിന്റെ വിചാരം മാറ്റി, ഞങ്ങൾക്കതൊന്നും വേണ്ട. ഉടനെ ആ മുസല്ല വിരിച്ചു നിസ്കരിക്കുന്ന മഹാൻ പറയുകയാണ്, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാം ഇറങ്ങി വന്നോ. ഞങ്ങളെല്ലാം ഇറങ്ങി. തുഫ്നാ ഹൗലഹു, ഞങ്ങൾ ചുറ്റും വട്ടം തീർത്തവിടെ നിന്നു. ഞങ്ങൾ 200 ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, അല്ല, അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ പേരെന്താണ്? അല്ലാഹനെ മുൻനിർത്തിയിട്ട് ചോദിച്ചപ്പോ പറയാതിരിക്കാൻ വയ്യ. മഹാനവറുകൾ പറഞ്ഞു, അന ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി, ഞാൻ ഉവൈസ് ബിൻ ആമിറാണ്, ഞാൻ ഉവൈസ് ബിൻ ആമിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഹബീബിന് ഖൽബ് മുഴുവനും പണയം വെച്ചിട്ട് ജീവിതം അതാണെന്ന് മനസ്സിലാക്കി ഈത്തപ്പനയുടെ കുരുതിന്നുകൊണ്ട് നിസ്കരിച്ച മഹാൻ. ഒരു രാത്രിയായാൽ ഇന്ന് റുകൂഇന്റെ രാത്രി, ഒരു രാത്രിയായാൽ ഇന്ന് സുജൂദിന്റെ രാത്രി, അടുത്ത രാത്രിയായാൽ ഇത് ഇഅ്തിദാലിന്റെ രാത്രി. അങ്ങനെ രാത്രി മുഴുവനും ആരാധനയിൽ നിന്ന മഹാനാണ് ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി. ഉവൈസ് റളിയല്ലാഹു അൻഹുവിന് ദറജ നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. റഫീഖി മിനത്ത് താബിഈൻ ഉവൈസ് ബിൻ ആമിർ അൽ ഖറനി, താബിഈങ്ങളിൽ നിന്നുള്ള എന്റെ കൂട്ടുകാരൻ ഉവൈസാണ്. ആ ഉവൈസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവര് പറഞ്ഞു, ഓ, ഞങ്ങൾക്കിതിൽ വിഷമമൊന്നുമില്ല, കപ്പല് മുങ്ങിപ്പോയി, പരാതിയില്ല, നിങ്ങളുടെ ദുആ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു, സന്തുഷ്ടരാണ്. പക്ഷേ ആ കപ്പലിൽ ഈജിപ്തിൽ നിന്നുകൊണ്ട് ഒരാൾ മദീനയിലെ ഫുഖറാക്കൾക്ക് തന്ന ഭക്ഷണമുണ്ട്, അത് മുങ്ങിപ്പോയല്ലോ.
മദീനയിലെ ഫുഖറാക്കൾക്കുള്ള ഭക്ഷണമാണോ? മദീനയിലെ ഫുഖറാക്കൾക്കുള്ള ഭക്ഷണമാണോ? അത് മുങ്ങിപ്പോയി കൂടാ. കാരണം മദീന ഖൽബിന്റെ ഉള്ളിൽ വികാരമുണർത്തുന്ന വാചകമാണ് മദീന. സുബ്ഹ് ത്വയ്ബ മേ ഹുയി ബഡ്താ ഹൈ ബാളാ നൂർ കാ. മദീന എന്ന് പറയുമ്പോ തന്നെ മുഹിബിന്റെ ഖൽബ് വികാരഭരിതമാണ്. മദീനയിൽ നിന്ന് വന്നവന് മഹത്വമുണ്ട്, മദീനയിൽ നിന്ന് വരുന്നവർക്ക് ബഹുമാനമുണ്ട്. ഇന്ന് ചില ആളുകൾ എന്നിട്ടല്ലേ ഹബീബിന്റെ മുടിക്ക് ബഹുമാനമുണ്ടോന്ന് ഗവേഷണം നടത്തുന്നു. മറിക്കട്ടെ അവർ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ. ആധുനിക ചരിത്രകാരനായ ആയിദുൽ ഖറനിയുടെ ഗ്രന്ഥത്തിൽ പോലും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഹബീബിന്റെ മുടിയുടെ ബഹുമാനത്തിന് ഞാൻ ഇവിടെ തെളിവ് പറയേണ്ടതില്ല. അതേ സമയത്തോ ഹബീബ് തൊട്ട മുടിക്ക് സ്വഹാബത്ത് ബഹുമാനം കൽപ്പിച്ചു. അതാരുടെ മുടിയാണ്? അബൂ മഹ്ദൂറ എന്ന സ്വഹാബിയുടെ മുടിയാണ്. അബൂ മഹ്ദൂറ എന്ന സ്വഹാബി ജീവിതകാലത്ത് നീണ്ട മുടിയും കൊണ്ട് നടക്കുകയാണ്. ഓ അബൂ മഹ്ദൂറ, എന്താ ഇവിടൊന്നും ബാർബർ ഷോപ്പില്ലേ? അബൂ മഹ്ദൂറ, ഈ മുടിയൊന്ന് വെട്ടിക്കൂടെ? അബൂ മഹ്ദൂറ, ഇല്ല, ഈ മുടി വെട്ടാൻ പറ്റൂല. എന്തേ ഈ മുടി വെട്ടാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട മുടിയാണിത്. എവിടുന്ന് തൊട്ട മുടിയാണ്? ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് ഞാൻ വഴിയിൽ ഒരു കച്ചവട സംഘത്തിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ടെന്റടിച്ചു. ഞങ്ങളുടെ സംഘവും ഒരു സ്ഥലത്ത് ടെന്റടിച്ചു. നബി തങ്ങളുടെ ടീമിൽ നിന്ന് വാങ്ങുകൊടുത്തു. ആ സമയത്ത് ഞങ്ങൾ ബഹളമുണ്ടാക്കി. വാങ്ങി വിളിച്ചു കഴിഞ്ഞപ്പോ നബി തങ്ങൾ ഞങ്ങളുടെ സംഘത്തെ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ വാങ്ങുകൊടുത്തപ്പോ നിങ്ങളിൽ ആരാടോ ബഹളമുണ്ടാക്കിയത്? എല്ലാരും പറഞ്ഞു ഞാനാണ് ബഹളമുണ്ടാക്കിയതെന്ന്. എന്നെ നബി തങ്ങൾ ഇങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു വാങ്ങുകൊടുക്കടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങുകൊടുക്കാൻ അറിഞ്ഞുകൂടാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇങ്ങനെയാടാ വാങ്ങുകൊടുക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ ഞാൻ വാങ്ങുകൊടുത്തു. വാങ്ങുകൊടുത്തു കഴിഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ എന്റെ മൂർധാവിൽ ഒന്ന് തടകി. എന്നിട്ട് എന്റെ ശരീരത്തിൽ ഒന്ന് അനുഗ്രഹത്തിന്റെ സ്പർശം പൊക്കിൽ വരെ ഹബീബൊന്ന് തടകി. അബൂ മഹ്ദൂറ പറയുകയാണ്, തടകുന്നതിന് മുമ്പ് അബ്ഗദുൽ ഖൽഖി ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ആ തലോടലങ്ങ് കഴിഞ്ഞപ്പോ ഹബ്ബുൽ ഖൽഖി ഇലയ്യ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഏറ്റവും പ്രിയമുള്ള നേതാവായി നബി തങ്ങൾ മാറി. ആ ഒറ്റ തടവ് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായി. ആ തടകിയ മുടി ഞാൻ വെട്ടിയിട്ടില്ല, അത് നീണ്ടു വളർന്നുപോയി. അതേ മുടിയോടെയാണ് ഖബറടക്കിയതെന്ന് സലഫി പണ്ഡിതനായ ആയിദുൽ ഖറനി അദ്ദേഹത്തിന്റെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅന്നക തറാഹു എന്ന കിതാബിന്റെ 65-ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശം മാത്രമല്ല സ്വഹാബത്തിന്റെ മുടിയും നബി തങ്ങൾ തൊട്ടെന്ന കാരണത്താൽ പവിത്രത കൽപ്പിച്ചവരാണ് സ്വഹാബികൾ. ഇവിടെ ഞാൻ അതിന് കൂടുതൽ തെളിവ് പറയേണ്ട വേദിയല്ല. മഹാന്മാരായ ഉസ്താദുമാര് വേണ്ടുവോളം അത് വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കി പറയട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ടതിന് മുഴുവനും ബഹുമാനമാണ്. മദീനയിലെ മണ്ണിന് ബഹുമാനമുണ്ട്, വിണ്ണിന് ബഹുമാനമുണ്ട്, എല്ലാത്തിനും ബഹുമാനമുണ്ട്. മദീനയിലെ മണ്ണിനെ ഒരുത്തൻ കളിയാക്കിയാൽ അടിച്ച് ജയിലിലടക്കണമെന്ന് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. മദീനയിലെ മണ്ണ് ചെളിയാണ്, പോക്കാണെന്ന് പറഞ്ഞാൽ തന്നെ അവനെ ശിക്ഷ നടപ്പിലാക്കണമെന്നല്ലേ മദ്ഹബിന്റെ ഇമാമുകൾ രേഖപ്പെടുത്തിയത്. പിന്നെയുണ്ടോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോ അവിടുത്തെയുടെ തിരുശേഷിപ്പുകളോ കളിയാക്കിയാൽ ഈമാനുള്ളവരെ ആധാറുകൊണ്ട് ബറക്കത്തെടുത്തോ.
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവനും ബഹുമാനമുണ്ട്. ഒരു ഇമാമിന്റെ പേര് കേട്ടില്ലേ? ആ ഇമാമിന്റെ പേരെന്താ? ഷഅബാൻ ബിൻ മുഹമ്മദ് അൽ ആഹാരി എന്നാണ് പേര്, മഹാനവറുകളുടെ പേര്. കാരണം എന്താ? വഇന്നനി ഖാദിമുൽ ആസാരി ലീനസബു അർജു ബിഹി റഹ്മതൽ മഖ്ദൂമിൽ ഖദമി. ആ വിഷയം പറയാൻ തന്നെ ഒരു കിതാബുണ്ട്. ഞാൻ ആധാറുകൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ വേറെ വേദികളിൽ വിശദീകരിക്കും. ഇവിടെ അത് പറയാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച വേദിയല്ല. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ മുഴുവനും മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരട്ടെ. അപ്പോൾ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മദീനത്തെ ഫുഖറാക്കൾക്കുള്ള സാധനം ഇതിൽ ഉണ്ട്. ഉടനെ ഉവൈസ് തങ്ങൾ ദഅ ബിദുആഇൻ ഖഫിയ്യിൻ, വളരെ രഹസ്യമായ ഒന്ന് ദുആ ചെയ്തപ്പോൾ കപ്പൽ അതിലുള്ള മുഴുവൻ സാധനങ്ങളോടെയും ഉയർന്നു മേലോട്ട് വന്നു. ഫറക്കിബ്ന, ഞങ്ങൾ ആ കപ്പലിൽ കയറി നോക്കിയപ്പോൾ ഉവൈസ് തങ്ങളെ പിന്നെ കാണാനില്ല. കാരണം വളരെ രഹസ്യമായി ജീവിച്ചവരാണ്. വഫാത്തായി ഖബറടക്കിയിട്ട് കുറച്ചങ്ങോട്ട് പോയി തിരിഞ്ഞു വന്നപ്പോഴേക്ക് ഖബർ പോലും കാണാനില്ല. അത്രയും രഹസ്യമായിട്ടാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അല്ലാഹു ജല്ല ജലാലുഹു ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബിൽ ഈമാനും മഹബ്ബത്തും അതുപോലെ തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉമ്മമാർ, ഭാര്യമാർ, അതുപോലെ തന്നെ സഹോദരിമാർ, പെൺമക്കൾ എല്ലാവരെയും അല്ലാഹു സ്വാലിഹാത്തുകളിൽ പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകിയാൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ബാക്കി അധ്യായങ്ങൾ നമുക്ക് നാളെ പറയാം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.